വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കോഴിക്കോട് നടന്നിരിക്കുന്നു. കോഴിക്കോട് CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് ദളിത് യുവാവ് ജീവനൊടുക്കി. കൊയ്പ്പങ്ങയിൽ മേഥൽ കൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. CPM നേതാവ് ഷൈജുവിനെതിരെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഷൈജു നിരന്തരം പണം ആവശ്യപ്പെട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തിയതായി മകൻ ജനം ടിവിയോട് പ്രതികരിച്ചു. രമ്യ വിവരങ്ങളുമായി ചേരുകയാണ്. രമ്യ, ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഈ വ്യക്തി ജീവനൊടുക്കിയതിൽ CPM നേതാവിന് പങ്കുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? കാരണം മകൻ്റെ പ്രതികരണം ജനം ടിവിക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. മകൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഏത് രീതിയിലുള്ള ഭീഷണിയാണ് ഈ CPM നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഈ ദളിത് കുടുംബത്തിന് നേരെ ഉണ്ടായത്? ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഈ കോഴിക്കോട് കൈപ്പങ്ങയിൽ മേത്തൽ കൃഷ്ണനെ ജോലി സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കുടുംബം CPM നേതാവായ ഷൈജുവിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത്. കാരണം നിരന്തരം അച്ഛനെ ഈ ഷൈജു പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് മകൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സമ്മർദ്ദം താങ്ങാനാവാതെയാണ് കൃഷ്ണൻ ജോലി സ്ഥലത്ത് തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലവിലെ ആരോപണം. ഈ വിഷയത്തിലാണ് നിലവിൽ പോലീസ് അന്വേഷണം, സമഗ്രമായ പോലീസ് അന്വേഷിക്കണമെന്നും ഈ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് കുടുംബ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കൃഷ്ണൻ ജോലി സ്ഥലത്ത് തൂങ്ങി മരിക്കുന്നത്. അതായത് ഇതിന് കാരണക്കാരൻ CPM നേതാവായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള CPM നേതാവായിട്ടുള്ള ഈ ഷൈജു ആണ് കാരണമെന്നുള്ളതാണ് പറയുന്നത്, കുടുംബം ആരോപിക്കുന്നത്. അതായത് നിരന്തരം പണം ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛന് ഫോൺ വിളികളും അത്തരത്തിൽ വീട്ടിലെത്തി അസഭ്യം പറയുന്ന രീതിയെല്ലാം ഈ ഷൈജു തുടർന്ന് വന്നിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ ഈ മാനസിക സമ്മർദ്ദം താങ്ങവയ്യാതെയാണ് ഇയാൾ ജോലി സ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതേ തുടർന്നാണ് ഈ കുടുംബം കൃത്യമായി തന്നെ പരാതിയും നൽകിയിട്ടുള്ളത്. അതായത് ഷൈജുവിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. കാരണം ഷൈജുവിനെതിരെ കേസ് എടുക്കണം, മരണത്തിൻ്റെ കൃത്യമായ കാരണം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് കുടുംബം നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗൗതം. ഓക്കെ രമ്യ, അതിദാരുണമായൊരു സംഭവം കോഴിക്കോട് നടന്നിരിക്കുകയാണ്. ദളിത് കുടുംബത്തിന് നേരെ CPM പ്രാദേശിക നേതാവിൻ്റെ ഭീഷണി ഉണ്ടാകുന്നു. അവിടെ ഒരു ആത്മഹത്യ സംഭവിക്കുന്നു. നിരന്തരമായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അച്ഛനെ ഈ CPM പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് മകൻ ജനം ടിവിയോട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ പ്രതികരണം ഒന്ന് വളരെ വേഗത്തിൽ നോക്കാം. ഈ പിരിവിന് എങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാനുള്ള തെളി പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അമ്പലത്തിൽ എന്നെ കൊണ്ട് ഇങ്ങനെ 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ അങ്ങനെ പോയിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് വീട്ടിലൊക്കെ വന്ന് തെറി വിളിക്കുക, ഓരോന്നും ഇങ്ങനെ ചെയ്യുക. ഷൈജു പറഞ്ഞാൽ ഇവിടെ അമ്മേനെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് തെറി വിളിക്കുക. ക്രൈംബ്രാഞ്ചിൽ ആളുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഏതൊരു ബാങ്കിൽ ലോൺ എടുത്തെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവനോട് തെളിവ് വയ്ക്കുമ്പോൾ അവൻ തെളിവൊന്നും കൊണ്ടുവരില്ല. വളരെ ദാരുണമായ സംഭവമാണ് കോഴിക്കോട് ഉണ്ടായത്. ദളിത് കുടുംബത്തിലെ ഗ്രഹനാഥൻ ജീവനൊടുക്കിയിരിക്കുകയാണ്. മകന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. CPM പ്രാദേശിക നേതാവ് ഷൈജു തുടർച്ചയായി അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. പണം ചോദിച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിയിൽ മനം നൊന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്തത്. മകന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.